ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാർ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ്. ഞാൻ ഇനി നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ എഗ് സ്ക്രാമ്പിൾ ചെയ്തത്, ക്യാരറ്റ്, പയറ്. പക്ഷെ ഞങ്ങളുടെ കയ്യിലിവിടെ ബീൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പയറെടുത്തത്. നിങ്ങൾക്ക് ബീൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പയറ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക്, പിന്നെ ഉള്ളി. ഇത് ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടൊന്ന്. ഇത് ഉള്ളി ഇവിടെ ഈ സ്പ്രിംഗ് ഒനിയൻ ഇവിടെ കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഈ ഒനിയൻ എടുത്തത്. ബസുമതി റൈസ് ഇത് 80% ഞങ്ങൾ ഇത് വേവിച്ചിട്ടുണ്ട്. അത്രയും മതി നമുക്ക്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ഇനി നമുക്ക് ആദ്യമായി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നോക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ പച്ചപ്പൊന്ന് മാറട്ടെ. പച്ചപ്പ് മണം ഇനി നമുക്ക് മാറ്റാം. അടുത്തതായി നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇനി നമുക്കിനി ക്യാരറ്റ് ഇടാം. ഇനി നമുക്ക് പയറിടാം. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് നമുക്കിനി നല്ലതുപോലെ ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഇതിന് നമുക്ക് കുറെ ഇത് വെന്ത് കിട്ടണ്ട, നമുക്ക് കുറച്ചൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. നമുക്കിത് ഈ സ്ക്രാമ്പിൾ ചെയ്ത മുട്ട നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിന്റെ അകത്തോട്ടേക്ക് 2 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിന്റെ അകത്തോട്ടേക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ടേക്ക് ഇനിയല്ല നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇനി ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചോറിട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കിനി ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോ ചോറ് പൊടിയാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കിനി ഇതിന്റെ അകത്തോട്ടേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ടേക്ക് കുറച്ച് നാരങ്ങ നീര് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഗൈസ് നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുന്നു. നോക്കുക.